തമിഴ്നാട്ടിലൂടെയുള്ള നമ്മളുടെ യാത്രയിൽ തിരുനെൽവേലി ജില്ലയിലെ കാഴ്ചകളിലൂടെ ആയിരുന്നു നാം പോയിക്കൊണ്ടിരുന്നത്. പശ്ചിമഘട്ടം അതിരു തീർക്കുന്ന കാഴ്ചയിൽ പഴയ ഒരു കേരളം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു നാടാണ് തിരുനെൽവേലിയിലെ അംബാസമുദ്രം. തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും മനോഹരമായ ഇടങ്ങളിലൊന്നായ അംബാസമുദ്രത്തിൻ്റെ നിറയെ കാഴ്ചകൾ കഴിഞ്ഞ കുറേ വ്ലോഗുകളിലായി നാം കണ്ടു. ഒരു ദീപാവലി രാത്രിയിലാണ് അംബാസമുദ്രത്തിൽ നാം എത്തുന്നത്. തിരുനെൽവേലി ജില്ലയിലെ ഏറ്റവും വലിയ ജലസംഭരണിയായ മണിമുത്താർ ഡാം നാം കണ്ട് 1000 പടവുകൾ കയറി നാം 1000 വർഷങ്ങൾ പഴക്കമുള്ള തോരണമല മുരുകൻ ക്ഷേത്രത്തിലേക്കും പോയി. പാറക്കെട്ടുകൾക്ക് തൂവെള്ള നിറം നൽകുന്ന സൗത്ത് ഇന്ത്യയുടെ സ്പായായ ഗുണങ്ങൾ ഏറെയുള്ള കുറ്റാലത്തിൽ നാം കുളിച്ചു. മെയിൻ ഫാൾസിൻ്റെ സമീപത്തെ ആ വലിയ ഫയർ ആക്സിഡൻറ്റ് നാം അറിഞ്ഞു. അതിജീവനത്തിലൂടെ പോകുന്ന കുറ്റാലം പരിസരവും നാം കണ്ടു. അടുത്തത് കലക്കാട് മുണ്ടൻതുറൈ ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കാണ് നാം പോയത്. പാപനാശം ജലവൈദ്യുത നിലയം. തമിഴ്നാട്ടിലെ അരിക്കൊമ്പൻ്റെ പുതിയ വാസസ്ഥലത്തിലൂടെ ആയിരുന്നു പിന്നീട് നാം യാത്ര ചെയ്തത്. അഗസ്ത്യമുനി പ്രതിഷ്ഠിച്ച കാനനക്ഷേത്രമായ ഒരിക്കലും വറ്റാത്ത അനുഗ്രഹം ചൊരിയുന്ന പൊൻസൊരിയും അരുൾമികു സൊരിമുത്തു അയ്യനാർ തിരുക്കോവിലിൽ നാം പോയി. പട്ടവരായർ കോവിൽ. മുത്തുപ്പട്ടർ പട്ടവരായി പൊതികൈ മലയ്ക്കും നാടിനും കാവലായി കുടികൊള്ളുന്ന കോവിൽ നാം അറിഞ്ഞു. മലയാളത്തിൽ ആദ്യമായി നാം ശിവശൈലം ക്ഷേത്രത്തിൽ എത്തി. 500 വർഷം പഴക്കമുള്ള പാണ്ഡ്യന്മാർ പണി കഴിയിച്ച ആ മഹാവിസ്മയം ആദ്യമായി നാം നേരിൽ കണ്ടു. ആയിരത്തി 1969 അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന എം കരുണാനിധി ഉദ്ഘാടനം ചെയ്ത കടനാനദി ഡാം മലയാളത്തിൽ ആദ്യമായി നാം കണ്ടു. 1500 വർഷം പഴക്കമുള്ള അംബാസമുദ്രം കാശിപനാഥ ക്ഷേത്രം. മനോഹരവും ജനപ്രിയവുമായ സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷൻ. മുതൽവൻ സിനിമയിലെ പൂഞ്ചോല ഗ്രാമമായ ആത്തുസാലയിലൂടെ നാം അടുത്തതായി പോയത് അംബാസമുദ്രത്തിലെ കൃഷിക്കാഴ്ചയിലേക്കാണ്. അംബാസമുദ്രത്തിലെ ഗ്രാമക്കാഴ്ചയിൽ നിന്ന് കൃഷി ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വലിയ ഘടകമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നായ കുലശേഖര ആഴ്വാർ ക്ഷേത്രത്തിൽ നാം എത്തി. ചോള, പാണ്ഡ്യ, ചേര രാജാക്കന്മാരുടെ കഥകൾ പറയുന്ന ആ വലിയ ക്ഷേത്രവും നാം കണ്ടു. അങ്ങനെ നീളുന്നു നാം കണ്ട അംബാസമുദ്രത്തിലെ കാഴ്ചകൾ. വിശ്വാസികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് തിരുനെൽവേലി ജില്ല. കാഴ്ചകൾ അവസാനിക്കാത്ത തിരുനെൽവേലി. ആദ്യകാലത്ത് നമ്മളിവിടെ വരുമ്പോഴേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഏറ്റവും വലിയ അട്രാക്ഷനും എല്ലാം ഇത് കാണുമ്പോൾ എന്തോ വലിയ വലുത് തന്നെ എങ്കിൽ പോലും അന്നത്തെ ഒരു സന്തോഷം എക്സൈറ്റ്മെന്റ് ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലായിരുന്നില്ലയോ? കറക്റ്റ് ആ ട്രാക്ടറിൻ്റെ അവിടെ വന്നപ്പോൾ 2 വണ്ടികൾ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെ കാണാൻ എന്ത് ഭംഗിയായിരുന്നേ. ആ ഭംഗിയില്ലല്ലോ, എന്താ അത്രയും ഭംഗി തോന്നുന്നില്ല. ആ മല പോയേനെ, അന്ന് ആ മലയൊക്കെ എന്ത് ഭംഗിയായിരുന്നു കാണാനേ. തിരുനെൽവേലിയോടും അംബാസമുദ്രത്തിനോടും നമ്മളുടെ യാത്ര
തൽക്കാലത്തേക്ക് വിട പറഞ്ഞ് തേനി ജില്ലയിലേക്ക് പോവുകയാണ്. തെക്കേ ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഒരു ജില്ലയാണ് തേനി ജില്ല. സഹ്യാദ്രിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന സവിശേഷതകൾ ഏറെയുണ്ട് ഇവിടെ. കൊടൈക്കനാൽ, തേക്കടി, മൂന്നാർ എന്നീ 3 പ്രദേശങ്ങളും ബന്ധിപ്പിക്കുന്ന തേനി ജില്ലയുടെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് അടുത്ത വ്ലോഗ് മുതൽ കാണാം.